ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന സുജിത്തിൻ്റെയും വേറൊരു യൂട്യൂബറിൻ്റെയും പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഇന്നത്തെ ചലഞ്ചിലേക്ക് പോകാം. അപ്പോൾ ദയയുടെ ഫോട്ടോസ് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇപ്പോൾ വളരെ പ്രശസ്തമായിട്ടുണ്ട് ആ ഫോട്ടോ. അത് ഇട്ട സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു മോഡലിങ്ങിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പിക്കാണ് അത്. ആ ഒരു സെൻസിൽ നമ്മൾ എടുക്കുമ്പോൾ, അതായത് അതൊരു മോഡലിംഗ് പിക്കാണ് എന്നുള്ള സെൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പിക്കിന് ഒരു പ്രശ്നവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ കുട്ടി ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അമ്പലത്തിലോ പള്ളിയിലോ KSRTC ബസ്സിലോ നമ്മുടെ മാർക്കറ്റുകളിലോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അയ്യോ ഇതെന്ത് ഡ്രസ്സ് ഇട്ടാ ഈ കുട്ടി ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിൽ തോന്നാനുള്ള അവസരമുണ്ട്. കാര്യം അത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ഡ്രസ്സിൽ നിന്ന് വിഭിന്നമാണ്. അതൊരു മോഡലിംഗ് ഡ്രസ്സാണ്. ഇത് രണ്ടും കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ അമ്പലത്തിലും പള്ളിയിലും അല്ലെങ്കിൽ മാർക്കറ്റിലും KSRTC ബസ്സിലും അതുപോലുള്ള പബ്ലിക് സ്പേസുകളിലും ഒക്കെ പോകുന്ന ഡ്രസ്സുകളും ഓഫീസിൽ പോകുന്ന ഡ്രസ്സുകളും ബീച്ചിൽ പോകുന്ന ഡ്രസ്സുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ ഒക്കേഷനനുസരിച്ച് ഡ്രസ്സിങ്ങിൽ മാറ്റം വരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത്തരം ഡ്രസ്സുകൾ അവൈലബിൾ ആണ്, അത്തരം അവസരങ്ങളുണ്ട്, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഇതിനെയൊക്കെ വിമർശിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരെയും കയറി എന്തും പറയാമെന്ന് വിചാരിക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്ത് തോന്നുന്നോ അതെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് പറയാമെന്നുള്ളത്. ആരെയും വിമർശിക്കാം, ആരെയും കുറ്റം പറയാം, അവരുടെ കുടുംബകാര്യങ്ങൾ പറയാം, അച്ഛനെ അമ്മയും പറയാം, എന്ത് അസഭ്യവും പറയാമെന്നുള്ള ഒരു അതിർവരമ്പ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു. അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് 50 വയസ്സായപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. കാര്യം എനിക്ക് 50 വയസ്സ് കഴിഞ്ഞവരെ പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ടീനേജൊക്കെ ആകുന്ന സമയത്ത് എന്നെ എപ്പോഴും എനിക്ക് ഇച്ചിരി ബ്രസ്റ്റ്, അന്നേ ഞാൻ ഒരുപാട് വണ്ണമുള്ള ഒരാളല്ല, പക്ഷെ ഒത്തിരി ബ്രസ്റ്റ് ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ അമ്മായിമാരുടെയൊക്കെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ പൊതുവെ. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ബോഡി സ്ട്രക്ചർ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു സ്ട്രക്ചറാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഷോൾ ഇടിയിപ്പിക്കുക. അപ്പം നമുക്ക് സ്കൂളിൽ സ്കേർട്ടും ഷർട്ടുമാണ് നമുക്ക് ഇടേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഷോൾ ഇടുക എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു കാര്യം എന്നെ കൊണ്ട് ഒരു 7ാം ക്ലാസ് മുതൽ എൻ്റെ വീട്ടുകാർ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമേ അല്ലാത്തൊരു കാര്യമായിരുന്നു. എല്ലാ കുട്ടികളും സ്കേർട്ടും ബ്ലൗസും ഇടുമ്പോൾ ഞാൻ മാത്രം അതിൻ്റെ പുറത്തുകൂടെ ഒരു ഷോളും കൂടി ഇടുക എന്ന് പറയുന്നത് എനിക്ക് മാനസികമായിട്ട് എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ സ്കേർട്ടും ബ്ലൗസിൻ്റെയും കൂടെ ഷോൾ ഇടുന്നത്. ഇന്നിപ്പോൾ ചുരിദാറിൻ്റെ കൂടെ ഷോൾ ഇടുന്നു സിസ്റ്റമൊക്കെ വന്നു, അത് ഓക്കെയാണ്. എല്ലാ കുട്ടികളും ഇടും. യൂണിഫോം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ഡ്രസ്സ് ധരിക്കണ്ടേ. ഞാൻ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ യൂണിഫോം എന്ന് പറയുന്നത് പച്ച സ്കേർട്ടും വെള്ള ഷർട്ടുമാണ്, വെള്ള ബ്ലൗസുമാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സ്കേർട്ടും ബ്ലൗസുമാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ ഒരു ഷോൾ ഇടുക എന്ന് പറയുന്നത് എനിക്ക് വലിയ സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിന് കാരണമായത് അയൽവക്കത്തുള്ള ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു ആൻറ്റി ആയിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞവർ ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് 50 വയസ്സായപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ, ഞാനും ആ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണല്ലോ എന്നുള്ളത് ഓർത്തിട്ട്. അന്ന് അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ 50 വയസ്സ് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സ് ഇടുന്ന കുട്ടികളെയോ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സ് ഇടുന്ന കുട്ടികളെയോ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കാര്യം നമ്മളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി അവരുടെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മളുടെ കാലഘട്ടത്തിൽ ചുരിദാർ, ഞാനൊക്കെ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണ് ചുരിദാറൊക്കെ തന്നെയും ആൾക്കാർ റെഗുലറായിട്ട് ഇട്ട് തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ചുരിദാർ ഇടുന്നവരെയൊക്കെ എന്തോ ഒരു അധിക്ഷേപിക്കുമായിരുന്നു എന്നറിയാവോ, ഇതുപോലത്തുള്ള 50 കഴിഞ്ഞ ലേഡീസ്. കുട്ടികളെയൊക്കെ വല്ലാണ്ട് ബോഡി ഷെയിം ചെയ്യുമായിരുന്നു. എനിക്കും അങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവ് എന്നെ ഒത്തിരി ബോഡി ഷെയിം ചെയ്ത് ഞാൻ രഹസ്യമായിട്ട് ഇരുന്ന് കരഞ്ഞുപോയ സന്ദർഭമുണ്ട് ചുരിദാർ ഇട്ടപ്പോൾ. അപ്പോൾ ഇന്ന് ചുരിദാർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായി മാറി. അന്ന് ആദ്യമായിട്ട് ചുരിദാർ ഇട്ടവരൊക്കെ നല്ലോണം അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പം നാളെ ഇത്തരം ഡ്രസ്സുകളൊക്കെ കോമൺ ആയിട്ട് വരുന്ന സമയത്ത് ഇതൊരു യൂഷ്വൽ ഡ്രസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ലല്ലോ, നാളത്തെ കാര്യം നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനു വേണ്ടി ചാടി അയ്യോ നമ്മുടെ സംസ്കാരം പോയേ, നശിച്ചേ എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലല്ല, കാലഘട്ടങ്ങൾ അനുസരിച്ച് അത് മാറി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചുരിദാറൊന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ആയിരുന്നതല്ലല്ലോ. പെട്ടെന്നാണ്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ചുരിദാർ തന്നെ വരുന്നത്. അന്ന് അതിന് വലിയ വിമർശനമായിരുന്നു. അന്ന് സ്കേർട്ടും ബ്ലൗസും സാരിയും മാത്രമുള്ള ഒരു അരപ്പാവാടയും മുക്കാപ്പാവാടയും ഫുൾ പാവാടയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ചുരിദാർ രംഗപ്രവേശനം ചെയ്യുന്നത്. അന്ന് അതിനെ ചൊല്ലി ഭയങ്കര വിമർശനം നേരിട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എനിക്കൊക്കെ വീട്ടിൽ ആദ്യമായിട്ട് ചുരിദാറൊക്കെ വാങ്ങിത്തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് വൃത്തികെട്ട വേഷമാണ് എന്നുള്ള രീതിയിൽ പാൻറ്റൊക്കെ ഇടുന്നത് ആണുങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അന്ന് വലിയ വിമർശനങ്ങൾ നേരിട്ട്. ഇന്ന് ചുരിദാർ ഇടുന്നതാണ് ഏറ്റവും സഭ്യമായ ഡ്രസ്സ് എന്നുള്ള രീതിയിലേക്ക് വന്നില്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരു കാര്യം ഒരു നോർമലൈസ് ചെയ്യാൻ വലിയ താമസമൊന്നുമില്ല. 5 പേര് ഈ ഡ്രസ്സ് ഇട്ട് നാളെ തൊട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ഡ്രസ്സായി മാറും. അത്രേ ഉള്ളൂ നമ്മളുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇത്രയും കോലാഹലം ഒന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഈ 2 പേരുടെയും വീഡിയോസ് ഞാൻ കണ്ടതാണ്, ഫോട്ടോസും ഞാൻ കണ്ടു. മറ്റേ സ്ത്രീയുടെ വീഡിയോ ഞാൻ കേട്ടു. വളരെ മോശമായിപ്പോയി എന്നേ പറയാനുള്ളൂ. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ദുരുപയോഗം ചെയ്യലല്ല അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആരെയും എന്തും പറയാമെന്ന് വിചാരിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. നമുക്കൊന്നും ജഡ്ജിമാരാകേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ ജഡ്ജിമാരാകാനുള്ള റൈറ്റൊന്നും ഇവിടെ ഇന്ത്യയിലില്ല. അത് വളരെ മോശമായിപ്പോയി. നമുക്ക് തിരുത്തലുകൾ വരുത്തണമെങ്കിൽ സഭ്യമായ ഭാഷയിൽ ബഹുമാനത്തോടു കൂടി പറയാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ടാൽ അതിൻ്റെ താഴെ വന്ന് മാന്യമായിട്ട് ബഹുമാന പുരസ്സരം നമുക്ക് അറിയിക്കാം നമ്മളുടെ വിയോജനക്കുറിപ്പ്, ഇത് ഇച്ചിരി വൾഗറായിപ്പോയി എന്ന് നമുക്ക് മാന്യമായ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല. മറ്റൊരാളുടെ ഡ്രസ്സെന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സ് അല്ല, അവരുടെ ചോയ്സാണ്. ഇപ്പം എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ഞാൻ പ്രൊഫഷണലി ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ദയാ സുജിത്ത് ഒരു മോഡലാണ്. അപ്പോൾ ഒരു മോഡലായിട്ട് ഒരു കുട്ടി അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മോഡലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ബോഡിയാണ്. അത് വില്ലിങ് ആയിട്ടാണല്ലോ മഞ്ജു പിള്ള മകളെ ആ ഒരു ഫീൽഡിലേക്ക് അയക്കുന്നത്. അവർക്കിത് അറിയാത്തത് കൊണ്ടല്ലല്ലോ ഇത്തരം ഡ്രസ്സുകളൊക്കെയാണ് മോഡലിങ്ങിന് ഇടേണ്ടി വരിക എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ അമ്മ അതിൽ മകളെ അനുവദിച്ചത്. അപ്പോൾ ആ അമ്മയ്ക്ക് പ്രശ്നമില്ല, അച്ഛന് പ്രശ്നമില്ല, മകൾക്ക് പ്രശ്നമില്ല. പിന്നെ ഈ നാട്ടുകാർക്കാണോ ഇതിന് പ്രശ്നം? അപ്പോൾ അത് അവരുടെ തൊഴിലാണ്. ഒരു തൊഴിൽ ചെയ്യുന്നതിന്, ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. ആ ഒരു മാന്യതയ്ക്കപ്പുറം നമുക്ക് അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇപ്പം ഞാനാണെങ്കിൽ സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സിങ് എനിക്ക് പലപ്പോഴും എനിക്ക് ബോഡി ഫിറ്റായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമേ അല്ല.
കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ബ്രസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബോഡി ഫിറ്റായിട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അൺകംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ച് സാരിയൊക്കെ ഉടുക്കുന്ന സമയത്തൊക്കെ ഞാൻ വല്ലാണ്ട് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ സാരി ഉടുക്കാറേ ഇല്ല. കാര്യം എനിക്കത് അത്ര സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഇപ്പം തന്നെ ഓണം പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഓണത്തിന് വേണ്ടി ഒരു വീഡിയോ എടുക്കണമെന്ന് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് എൻ്റെ ബാക്കി ടീമിലെ മെമ്പേഴ്സ് എല്ലാം സാരി ഉടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ സാരി ഉടുത്ത് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് 2-3 പേര് ബോഡി ഷെയിം ചെയ്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബോഡി ഷെയിം ചെയ്തു, കമൻ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കൺസേൺ ആയിട്ടാണ്. കാര്യം ഞാൻ ഹെൽത്ത് വൈസ് കുറച്ചുകൂടി ബൾജ് ചെയ്തിരിക്കുന്നത് എൻ്റെ മെനപ്പോസ് ടൈം കഴിഞ്ഞത് കൊണ്ടും ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ ആങ്സൈറ്റി ഡിസോർഡറൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്തൊക്കെ ആങ്സൈറ്റി മറ്റു കാര്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും വണ്ണം വയ്ക്കും. അങ്ങനെ എൻ്റെ ബോഡി പ്രകൃതി അങ്ങനെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ വണ്ണം വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 കമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇത്രയും വണ്ണം എന്തിനാ ടീച്ചറെ വെക്കുന്നത്, ഇച്ചിരി വണ്ണം കുറച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു കമൻസ് ആയിരുന്നു. അതൊരു സത്യമാണ്. ആ സാരി ഉടുക്കുമ്പോൾ വല്ലാണ്ട് വണ്ണം തോന്നിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു, ഇല്ല ഞാൻ കംഫർട്ടബിൾ അല്ല, ബ്ലൗസ് സാരി ഉടുക്കാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് പറഞ്ഞു. അത് എൻ്റെ ചോയ്സാണ്. അത് വേറൊരാൾക്ക് ചിലപ്പോൾ അയ്യോ എന്താ സാരി ഉടുത്താൽ എന്താ കുഴപ്പം, സാരിയല്ലേ നല്ല മാന്യമായ ഡ്രസ്സ് എന്ന് തോന്നാം. ഞാൻ കുറച്ച് ലൂസ് ഫിറ്റുള്ള ഡ്രസ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നാൽ എനിക്ക് ഒത്തിരി ലൂസ് ഉള്ളത് ഇടാനും പറ്റില്ല. കാര്യം എനിക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ വണ്ണം കുറവാണ്. അപ്പോൾ അത് കാരണം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൻ്റെ ഡ്രസ്സിങ് ഒക്കെ. ചിലപ്പോൾ ഞാൻ ടൈലറിങ് പഠിച്ചത് തന്നെ എൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ടൈലറിങ് സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ ഒരു തൊഴിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഡിഫക്റ്റുകളാണ് നമുക്ക് പോസിറ്റീവായിട്ട് മാറുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ശരീരപ്രകൃതത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്നതും ഞാനൊരു ടൈലറിങ് ചെയ്തു തുടങ്ങിയതും ഒക്കെ അങ്ങനെയാണ്. അപ്പം ഡ്രസ്സെന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ ചോയ്സാണ്, നമ്മുടെ കംഫേർട്ടാണ്. ചിലപ്പം ഞാനിടുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അതിലെൻ്റെ ഉത്തരവാദിത്വം അല്ല. നിങ്ങൾ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെടുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമേ അല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ ഇത്തരം വിവാദങ്ങളൊക്കെ അനാവശ്യമാണ്. ഈ അനാവശ്യ വിവാദങ്ങൾ വരുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് എത്ര പേരിലേക്ക് എത്തപ്പെട്ടു, ഇനി എത്ര കുട്ടികൾ ഇത് അനുകരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ ലേഡിക്ക് ഇതൊരു തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കലായിരുന്നു കുറച്ചുകൂടി നല്ലത്. സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് മറ്റുള്ള കുട്ടികൾ അനുകരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുകയായിരുന്നു നല്ലത്. കാര്യം ഇത് പുറത്ത് ഇത്രയും വിവാദമാക്കിയതിലൂടെ എത്ര കുട്ടികൾ ഈ ഡ്രസ്സ് ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ എത്ര പേർക്ക് ഇതുപോലെ നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി കാണാം അല്ലേ. അപ്പം അത് നമ്മളെപ്പോഴും ഈ ടീനേജ് കുട്ടികളെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത്, അവർക്കത് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വാശിയേറും. അവരുടെ പ്രായം അങ്ങനെയാണ്. അപ്പം അത്തരം കുട്ടികളിലേക്ക് ഇത് നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്കപ്പെടാതിരിക്കാൻ മിണ്ടാതിരിക്കുകയായിരുന്നു സത്യത്തിൽ വേണ്ടത്. ഇത് ഇത്രയും വിവാദമാക്കുക വഴി ഇതെല്ലാവരിലേക്ക് എത്തുകയും ചെയ്തു. ആ ഡ്രസ്സിനെ കുറിച്ചുള്ള ചർച്ചയിൽ ആ ഡ്രസ്സ് ഒക്കെ ഒരു മോഡലിംഗ് ഡ്രസ്സ് എന്നുള്ള രീതിയിൽ വളരെ നന്നായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം പൊതുവെ വന്നിട്ടുമുണ്ട്. ഒത്തിരി പേര് അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു മോഡലിംഗ് ഡ്രസ്സ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് എന്ന് ഞാനും പറയുന്നു. അത് ആ ഒരു കണ്ണിലൂടെ നമ്മൾ കാണുക എന്നുള്ളതാണ്. ആ കുട്ടി വിദേശത്തൊക്കെ പഠിച്ച കുട്ടിയാണ്, അതിപ്പോൾ മോഡലിങ്ങിൽ പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി അങ്ങനത്തെ ഡ്രസ്സുകൾ ധരിച്ച് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പോസ്റ്റുകൾ ഇടുന്നതിനെ വിമർശിക്കാനൊന്നും ഇവിടെ ആർക്കും അവകാശമില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത്തരം വിവാദങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് നമ്മളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ചലഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ ചലഞ്ച് ചൈൽഡ്ഹുഡ് ട്രോമയാണ് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു അല്ലേ. ഇന്നലത്തെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ചലഞ്ച് വരുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മളുടെ പാരൻസ് നമ്മളെ എങ്ങനെയാണോ വളർത്തിയത് ആ ഒരു ഇതിനെയാണ് നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ള വേദനകളും വിഷമങ്ങളും അവഗണനകളും പരിഗണന ലഭിക്കാതിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് ട്രോമയായിട്ട് രൂപപ്പെടുന്നത്. ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ വീട്ടിൽ സമ്പത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കോൺവെർസേഷൻസും അമ്മയും അച്ഛനും തമ്മിൽ വഴക്കും, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുമായിട്ട് സമ്പത്തിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും, വീട്ടിലെപ്പോഴും സാമ്പത്തികമില്ലാത്ത ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾക്ക് പിന്നീട് ബാധ്യതകൾ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സമ്പന്നരുടെ മക്കൾ സമ്പന്നരായും പാവപ്പെട്ടവരുടെ മക്കൾ പാവപ്പെട്ടവരായും മാറുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറി എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുള്ള അത്രയും, ഒരു വയസ്സ് മുതൽ നിങ്ങൾക്ക് 10 വയസ്സ് വരെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മയുള്ളത് അതെല്ലാം എഴുതുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ പഴയ ഒരു ഫോട്ടോ, 10 വയസ്സിനകത്തുള്ള ഒരു ഫോട്ടോ സംഘടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഫോട്ടോ സംഘടിപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ സംഘടിപ്പിക്കുക. നിങ്ങളുടെ ഓർമ്മയിലുള്ള ബാല്യകാലത്തെക്കുറിച്ച് വിശദമായിട്ട് എഴുതുക എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് അതിൻ്റെ ഷോർട്ട് വേർഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ബാല്യകാലത്തിലെ അനുഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ നിങ്ങൾക്ക് ബാല്യകാല ട്രോമയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് അതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നാളെ അടുത്ത ചലഞ്ചുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.